ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഇതുപോലെ പേൾ ചോക്കേഴ്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങും വൈറലും ആയല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു പേൾ ചോക്കർ നമുക്ക് വീട്ടിൽ സെറ്റാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാല കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ വയറാണ്. ഗോൾഡൻ കളറാണ്, സിൽവർ കളറും അവൈലബിൾ ആണ്. പിന്നെ ഗിയർ ലോക്ക്, അതുപോലെ തന്നെ ബാക്ക് ചെയിന്, കൊളുത്ത്, കണക്ടർ ഒക്കെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പേൾസ് എന്ന് പറഞ്ഞേക്കുന്നത് ഗ്ലാസ് പേൾസ് ആണ്. അത് നമ്മൾ ചെറിയ സൈസും എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ സൈസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ കത്രിക, പ്ലെയർ, അതൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാല കോർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഞാൻ ഗിയർ വയർ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഗിയർ വയർ നമുക്ക് ആ ഒരു ചോക്കറിൻ്റെ ആ ഒരു ലെങ്തിൽ വേണം. അതെനിക്ക് എത്ര ലെങ്ത് എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഒരു ലോങ് മാലയല്ല, നമ്മൾ ചോക്കറിനൊക്കെ എടുക്കുന്ന ആ ഒരു ലെങ്താണ് എടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ലെങ്ത് അറിയത്തില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ലെങ്തിൻ്റെ സൈസ് ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു മനക്കണക്കനുസരിച്ച്, കൈക്കണക്കനുസരിച്ച് ഞാനങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഗിയർ വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ഒരു കണക്ടറിലേക്ക് ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്ലെയർ ആണെങ്കിൽ ഈ ഒരു പ്ലെയർ അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലെയർ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു പ്ലെയർ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞേക്കുന്നത് ചെറിയ ബീഡ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ സൈസിൽ വരുന്ന ബീഡ്സ് ആണ്. അപ്പം രണ്ടാമത് എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 8 അല്ലെങ്കിൽ 10 ആ ഒരു സൈസ് ബീഡ്സ് എടുക്കാം. അപ്പം ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതിപ്പം ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ മീഷോയിലും ആമസോണിലും മിന്ത്രയിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള, ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരുപാട് ബ്ലോഗേഴ്സ് ഞാൻ ഇതുപോലത്തെ മാലകൾ, ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ ഇതുപോലത്തെ മാലകളൊക്കെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതാട്ടോ. അപ്പം ഇങ്ങനത്തെ മാലകളൊക്കെ നമുക്ക് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിന്ത്രയിലേക്ക് പ്രൈസൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ വിൽക്കാനായിട്ട് പറ്റും. നമ്മൾ എത്രയാണോ ഹാർഡ് വർക്ക് എടുക്കുന്നത്, നമ്മൾ എത്രയാണോ ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മാൻ പവർ, ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് എത്രമാത്രം നമ്മൾ ഇതിനകത്ത് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കി ലാഭമോ കണക്കാക്കി വേണം നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ കുറേ ബീഡ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് വൈറ്റ് ബീഡ്സ് ആണ്. ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറാണ്, നമുക്ക് വേണമെങ്കിൽ പ്യുവർ വൈറ്റ് കൊടുക്കാം. അപ്പോൾ കളേഴ്സ് തന്നെ ഒരുപാടുണ്ട്. ഓഫ് വൈറ്റ് ഉണ്ട്, പ്യുവർ വൈറ്റ് ഉണ്ട്, ലൈറ്റ് വയലറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സിലുള്ള ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഒക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന സ്ഥലം എന്ന് പറഞ്ഞേക്കുന്നത് പത്തനംതിട്ടയിലെ അടൂരിലുള്ള മോത്തിയാണ്. ഇപ്പം കോഴിക്കോടുള്ളവർക്കാണെങ്കിൽ എസൻ സ്ട്രീറ്റ് ഉണ്ട്. ഞാനങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മോത്തിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ആണെങ്കിൽ ബ്രോഡ്വേയിലുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ആണെങ്കിൽ ചാല മാർക്കറ്റ് ഉണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് അങ്ങനെ ഇടാനായിട്ട് പറ്റത്തില്ല, കാരണം നമുക്കങ്ങനെ ലിങ്ക് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗിയർ ലോക്കിൻ്റെ ആ ഒരു ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് കണക്ടറിലോട്ട് കയറ്റിയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വയറുണ്ടല്ലോ, ആ വയർ വീണ്ടും ആ ഒരു ഗിയർ ലോക്കിലേക്ക് കയറ്റി ഇറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത്രയും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ വലിച്ച് മുറുക്കുക. ഒരുപാട് അങ്ങ് മുറുക്കി ആ ഒരു ത്രെഡ് നമ്മൾ പൊട്ടിച്ച്, അങ്ങനെ പൊട്ടത്തില്ല, എന്നിരുന്നാൽ പോലും
നമ്മളങ്ങനെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏകദേശം ഒരു മിനിമത്തിൽ നമ്മളങ്ങ് മുറുക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പോകാം. സെക്കൻഡ് ലെയറിൽ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 8 അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ സൈസിലുള്ള ബീഡ്സ് ആട്ടോ. അത് നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ മാലകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുർത്തയുടെ കൂടെ നമുക്ക് പല ടൈപ്പിൽ ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. കുർത്തയുടെ കൂടെ ഈ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോഡേൺ ടൈപ്പിലുള്ള ഡ്രസ്സസിൻ്റെ കൂടെയും കോട്ട് സെറ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഈവൻ സാരീസിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത്. അപ്പോൾ സ്റ്റൈലിംഗ് ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമുക്ക് പല പല സ്റ്റൈലിങ് നമുക്കിപ്പം കണ്ടുപിടിക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ലൊരു അത്യാവശ്യം നല്ല ട്രെൻഡിങ് നിൽക്കുന്ന ഒരു മാലയാട്ടോ ഇത് ഒരുപാട് വെബ്സൈറ്റിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. മീഷോയിൽ കണ്ടിട്ടുണ്ട്, മിന്ത്രയിൽ കണ്ടിട്ടുണ്ട്, ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അജിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് പേൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പേൾസിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ. ഏകദേശം സ്റ്റാൻഡിന് 55, 80 ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെക്കാട്ടിലും നമുക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും റേറ്റ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ആണെങ്കിൽ കുറച്ച് വില കൂടുതലാണ്, നല്ല നല്ല മെറ്റീരിയൽസിന് കേട്ടോ. അല്ലാതെ നോർമലായിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ ആണെങ്കിൽ വിലക്കുറവാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തി വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഈ ഒരു മാല സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ബീഡ്സ് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എത്ര ബീഡ്സ് കയറ്റണമെന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് കൂട്ടുകയും ഇപ്പോൾ ഈ ഒരു മാല തന്നെ നമുക്ക് ലോങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ വീണ്ടും കണക്ടറയിൽ അപ്പം രണ്ടാമത്തെ ലെയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ മുറുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ജ്വല്ലറി മേക്കിംഗ് പഠിക്കാനാണെങ്കിലും അത്യാവശ്യം ഒരു ഗ്രാഹ്യം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളാണ്. മൂന്നാമത്തെ ലെയർ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കിയല്ലോ ആ ലെയർ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ലെയറും അതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴയാട്ടോ. വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്ത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു മാലപ്പണിയാണ്. മാലകൾ ചെയ്യുക, അത് പഠിപ്പിക്കുക, അതൊക്കെയാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മാലകളുടെ റേറ്റൊക്കെ ഞാൻ മീഷോയിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചീപ്പ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മിന്ത്രയിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റായിട്ട്. ഇനി അത് എങ്ങനത്തെ മെറ്റീരിയലാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പം ഫ്രഷ് വാട്ടർ പേളാണോ അതുപോലെ മറ്റ് വില കൂടിയ പേൾസാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. നമുക്ക് വാങ്ങിച്ച് നോക്കിയാലേ നമുക്കത് അറിയത്തുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് എഴുതിയിട്ടും കാണുമായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ വാങ്ങിച്ച് നോക്കുമ്പോഴല്ലേ യഥാർത്ഥ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ലെയറും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് പഠിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനത്തെ മാലകളൊക്കെ. ഞാനൊക്കെ ആണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ബീഡ്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ ഇതുപോലെ ജംറിങ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബാക്ക് ചെയിൻ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒന്നെങ്കിൽ നമുക്ക് ഡോരി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കെട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്ക് ചെയിൻ കൊടുത്താലും മതിയാകുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ കൂടി ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ടാറ്റാ, ബൈ ബൈ, സീ യു.